കാട്ടാക്കട പുന്നാങ്കരിക്കകത്ത് വീടിന് തീപിടിച്ച അപകടം. വീട്ടുകാർ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ട്. വീടിന് തീപിടിക്കുന്നത് കണ്ട് ഹരിതകർമ്മസേന അംഗമായ ശ്രീദേവിയും ഭർത്താവും പുറത്തേക്ക് ഓടി രക്ഷപ്പെട്ടു. വീട് പൂർണ്ണമായും കത്തിയ നിലയിലാണ്. കാട്ടാക്കട പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പുന്നാങ്കരിക്കകം പൂവച്ചൽ ഗ്രാമപഞ്ചായത്ത് ഹരിതകർമ്മസേന അംഗം ശ്രീദേവിയുടെ 2 മുറികളുള്ള VS ഭവൻ എന്ന ചെറിയ വീടാണ് തീപിടിച്ചത്. ഭർത്താവുമായാണ് ഈ സമയം വീട്ടിലുണ്ടായിരുന്നത്. പാചകം ചെയ്യുന്നതിനിടെ അടുപ്പിൽ നിന്ന് തീ പടർന്നതാകാമെന്നാണ് പ്രാഥമിക നിഗമനം. അഗ്നിരക്ഷാസേന ശ്രീദേവിയിൽ നിന്ന് മൊഴിയെടുത്തു വരുന്നു. ഉണ്ടായിരുന്ന 2 കട്ടിൽ, 2 അലമാര, ഫ്രിഡ്ജ് ഉൾപ്പെടെ ഗൃഹോപകരണങ്ങളെല്ലാം കത്തി നശിച്ചു. വീട്ടിൽ സ്വകാര്യ ആവശ്യത്തിന് സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം, കളക്ഷനിലെ ബില്ലുകളും പണവും വീടിന്റെ പ്രമാണം ഉൾപ്പെടെയാണ് കത്തി നശിച്ചിട്ടുള്ളത്. ലൈഫ് ഭവന പദ്ധതി ലിസ്റ്റിൽ പേരുള്ള ആളാണ് ശ്രീദേവി. ഇതിനായുള്ള പ്രമാണം ഉൾപ്പെടെ വിലപ്പെട്ട രേഖകളെല്ലാം കത്തി നശിച്ചിരിക്കുകയാണ്. രാവിലെ ഒരു ഫോൺ വന്നപ്പോഴാണ് അറിയുന്നത്. ശ്രീദേവിയുടെ മകളാണ് ഫോൺ വിളിച്ച് പറഞ്ഞത്. അതായത് ഇവിടുത്തെ തീ കത്തുന്നു എന്ന് പറഞ്ഞാണ് നമ്മളെല്ലാം ഓടിയെത്തിയത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയാണ്, അവരാണ് ആദ്യമായി ഈ തീ പോയെന്നത് കാണുന്നത്. ഹരിതകർമ്മസേന അംഗമാണ് ശ്രീദേവി. വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു വീടാണ്. അവിടെ വീടിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ വരികയും അങ്ങനെ ഒരു വീട് അനുവദിക്കുകയും ചെയ്തു. ലൈഫ് മിഷൻ്റെ വീടാണ്. അതിപ്പോൾ എഗ്രിമെൻ്റ് വെച്ചായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. വളരെ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് പ്രമാണം ഉൾപ്പെടെയുള്ള ഹരിതകർമ്മസേന എന്നുള്ള നിലയിലുള്ള അവരുടെ പൈസ ഉൾപ്പെടെ മുഴുവൻ അവരുടെ ഇത്രയും കാലത്തെ എല്ലാ സമ്പാദ്യവും ആ കൊച്ചു ഷെഡിനകത്താണ്, ഒരു താൽക്കാലിക ഷെഡിലാണ് അവർ താമസിച്ചിരുന്നത്. ആ ഷെഡിനകത്തുണ്ടായിരുന്നത് അതെല്ലാം നശിച്ചുപോയി. വളരെ ദയനീയമായ ദുഃഖകരമായ അവസ്ഥയാണ്. ആ 2 പേര്, ഒരു വിക്രമൻ നായരും ഭാര്യ ശ്രീദേവി മാത്രമാണുള്ളത്. അവരല്ലാതെ വേറെ എല്ലാ പേരും നഷ്ടപ്പെട്ടു. ആ 2 ജീവൻ കിട്ടിയെന്നുള്ളതല്ലാതെ വേറൊന്നും ഇനി അവശേഷിക്കുന്നില്ല. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. വളരെ ദയനീയമായ ഒരവസ്ഥയിലാണ്. ഞാൻ വീട്ടിൻ്റെ ബാക്കിൽ ഇരുന്ന് തിരഞ്ഞുകൊണ്ടാണ് ഇരുന്നത്. തിരഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കും അപ്പുറത്ത് താഴെ നിന്ന് കുറേ നേരം കഴിഞ്ഞപ്പം ഒരു വിളി കേൾക്കണമായിട്ട്, കുറച്ച് നേരം കഴിഞ്ഞപ്പം വിളി കേൾക്കണമായിട്ടുകൊണ്ട് എന്തെന്ന് പറഞ്ഞുകൊണ്ട് നോക്കിയപ്പോഴാണ് വീട്ടിൻ്റെ അവിടെ തീ കത്തണമെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച്, മോളെ എല്ലാവരെയും വിളിച്ച് എന്ത് ചെയ്തെന്നോ ഇങ്ങനെ കത്തിയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എല്ലാ രേഖകളും, റെക്കോർഡ്, പ്രമാണം, ആധാർ, റേഷൻ കാർഡ് എല്ലാ രേഖകളും ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിരുന്നു. ഇന്നലെ പഞ്ചായത്തിൻ്റെ പൈസ ഇന്നലെ എടുത്തതുണ്ടായിരുന്നു. അല്ലാതെ ബില്ല് ബുക്കിൻ്റെ പൈസകളുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ രേഖകളും നഷ്ടപ്പെട്ടു. തുണികൾ, അലമാര, ഫ്രിഡ്ജ്, ഗ്രൈൻഡർ, മിക്സി, ഫാന്, മേശ, കട്ടിൽ, ഒരു കട്ടിലും ഒരു മേശയും 2 അലമാര, ഇതെല്ലാം ഉണ്ടായിരുന്നു.